ഇഡി ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ ഇപ്പോൾ എസ് പി ശശിധരൻ വിജിലൻസ് എസ് പി ശശിധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അത് എഫ്ഐആറിൽ പരാതിക്കാരൻ്റെ പരാതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പേര് പരാമർശിച്ച് വന്നുള്ള എഫ്ഐആറിൽ അയാളെ ഒന്നാം പ്രതിയായിട്ട് നമ്മൾ പേര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് കൂടുതൽ ഇനിയും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല, അതിപ്പോൾ ആയിട്ടില്ല, നമ്മൾ അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ പിന്നെ അതിപ്പോൾ നമുക്ക് ഒരാളൊരു പരാതി തരുമ്പോൾ ആ പരാതിയിൽ ഒരാൾക്കെതിരെ പരാമർശം ഉണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതിസ്ഥാനത്ത് ചേർക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഇനി ബാക്കി അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട്. എന്നിട്ട് വേണം നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്കാം. അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പിടിയിലായ പ്രതികൾ രണ്ടുപേരും വിൽസനും അതോടൊപ്പം തന്നെ മുകേഷും ഇ ഡി ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും. അതുകൊണ്ട് അത് നിങ്ങളോട് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഫേസിലായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പുറത്ത് ഇമ്മീഡിയറ്റ്ലി പറയാൻ കഴിയില്ല. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എങ്കിലേ ഞങ്ങൾക്ക് പിന്നീട് പറയാൻ പാടുള്ളൂ എങ്ങോട്ട് പോകാൻ പറ്റും, എങ്ങോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇന്നലെ പറഞ്ഞിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ മൂന്നാം പ്രതി റിമാൻഡ് റിപ്പോർട്ട്, നിങ്ങളുടെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഈ മുകേഷ് ഇത്തരത്തിൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുമായി കൂടുതൽ അനുകൂല ഇടപാടുകളൊക്കെ നടത്തി വളരെ ക്ലിയർ ആയി പറയുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അതിൽ ആ ഭാഗങ്ങളോട് കുറെ കൂടി പരിശോധിക്കാനുണ്ട്. ഈ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ അതിപ്പോൾ ഒരു ആത്യന്തികമായിട്ട് അവസാന വാക്കായിട്ട് ഇപ്പോൾ പറയാൻ നിർവാഹമില്ല. അത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം. അടിസ്ഥാനത്തിലാണോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്? മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്? അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടല്ലോ. ഇല്ല, ഒന്നാം എന്ന് പറയുന്ന ആള് നമ്മളോട് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അല്ല, മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ? മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ? ഏതിന്റെ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങൾക്ക് അന്വേഷണം നടന്നു വരുന്ന ഭാഗമായതുകൊണ്ട് അതിപ്പോൾ പറയാൻ നിർവാഹമില്ല. അത് ഇപ്പോൾ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ നിർവാഹമില്ല. ഏതാ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പ്ലീസ് ദയവ് ഇപ്പോൾ ചോദിക്കരുത്. ഫൈൻഡിങ്സ് ആ ഭാഗം എല്ലാ ഭാഗവും ഒന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം. അന്വേഷിച്ചേ പറയാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാനത് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഡെഫിനറ്റ്ലി വി വിൽ ടെൽ യു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങൾ കുറച്ച് സമയം തരണം. നിങ്ങൾ മാത്രം ഇതിൽ ഒരുപാട് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, മറ്റു പല ആംഗിൾ അന്വേഷിക്കാനുണ്ട്, വേറെ ചില എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കുറേ അന്വേഷിക്കാനുണ്ട്. ഞങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു അതിൻ്റെ ഒരു കോൺക്രീറ്റ് പിക്ചർ തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. വിജിലൻസ് എസ് പി ശശിധരനാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കൂടി പ്രതിയായ കേസിലെ വിശദാംശങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്.